ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈശോയുടെ പീഡാനുഭവങ്ങളോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ച് യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് നോമ്പിൻ്റെ കാലഘട്ടം. ശരിക്കും ഈ ഒരു കാലഘട്ടം ആത്മവിശുദ്ധീകരണത്തിൻ്റെ ഒരു സമയമാണ്. സഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ആത്മവിശുദ്ധീകരണം നമ്മിലൊക്കെ സാധ്യമാകണമെങ്കിൽ 3 കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ്. പ്രാർത്ഥനാ ചൈതന്യം, സഹോദര സ്നേഹം, ആത്മപരിത്യാഗം. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാൻ, കുടുംബ പ്രാർത്ഥനയിൽ കുടുംബം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ, വചനം വായിക്കാൻ സാധിച്ചാൽ പ്രാർത്ഥനാ ചൈതന്യത്തിൽ നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഈ നാടുകളിലൊക്കെ സഹോദരങ്ങളായിട്ടുള്ള ബന്ധത്തിൽ കൂടുതൽ വളർച്ച ഉണ്ടാകണമെന്ന് സഭ ഓർമ്മപ്പെടുത്തുകയാണ്. ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പരിഭവങ്ങളോ വിരോധങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം മാറ്റിക്കളയാനായിട്ടുള്ള ഒരു അവസരമാക്കി ഇതിനെ മാറ്റണം. 3-ാമത്തെ കാര്യം ആത്മപരിത്യാഗമാണ്. നമ്മൾ പരിത്യാഗ പ്രവൃത്തികളിലൂടെ ഈശോയുടെ കുരിശിനോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കാനുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ള അവസരമാണ്. അതുകൊണ്ട് ഈ 50 ദിവസം ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട്, ഈശോയുടെ കുരിശിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജീവിത സഹനങ്ങളെ ഈശോയോട് ചേർത്ത് വെച്ച് ജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതുകൊണ്ട് ഫലദായകമായ ഒരു നോമ്പ് കാലത്തിലൂടെ കടന്നുപോയി ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ തിരുനാൾ ഏറ്റവും നന്നായിട്ട് ആഘോഷിക്കാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുങ്ങാം. ഈശോ നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.